ലൈക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്ത എന്താ പറയുക ഷെയ്ഡ് പോലെയും ബ്ലഷ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇന്നതാ കുറച്ച് പെട്ടികളൊക്കെ അയച്ചിരിക്കുകയാണ്. ആൻഡ് യു ഡെഫിനറ്റ്ലി നോ ഇത് എന്തെങ്കിലും ഹോൾ വീഡിയോ ആയിരിക്കുമെന്ന്. സോ യെസ്, ഇന്ന് 2 കാർഡ്ബോർഡ് നമുക്ക് നൈക്ക് ചെയ്തും അതുപോലെ തന്നെ ഞാൻ ഓർമ്മ പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഇത് കുറച്ച് സാധനങ്ങൾ ഞാൻ എൻ്റെ തീർന്നത് റീസ്റ്റോക്ക് ചെയ്തതും ചില സാധനങ്ങൾ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചു കേട്ടോ, കാരണം ലൈക്ക് റീസെൻ്റ്ലി എനിക്കൊരു ഷൂട്ടിന് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് എൻ്റെ അടുത്തുനിന്ന് കുറച്ച് സാധനം എടുക്കാനുള്ളത് ഏതാണ് അറിഞ്ഞിടത്തോണ്ട് ഞാൻ എല്ലാം പൊട്ടിച്ചു ഓൾറെഡി. പക്ഷേ ഒരു പ്രൊഡക്റ്റും ഞാൻ ട്രൈ ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് ഒരുമിച്ച് ഏതൊക്കെയാണ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. സോ വെൽക്കം. അപ്പോൾ നമുക്ക് ഏത് പൊട്ടിക്കണം? ഇത് 2 നൈക്ക, ഇത് പേർപ്പിൾ. ഇത് പൊട്ടിക്കണം. ഞാൻ കണ്ടില്ല. സോ ഞാൻ ഒന്നും ആർക്കും കാണിച്ചില്ല. ഓക്കെ, സോ ഇതില് പേർപ്പിൾ ആക്ച്വലി കുറേ ഈ ആൽസ് ഗുഡ്നെസിന്റെ ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ നല്ല ഓഫറിന് കിട്ടും. അപ്പോൾ ഞാൻ മേടിച്ച ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ആൽസ് ഗുഡ്നെസിന്റെ ഫെർമെന്റഡ് റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം. ഇത് സംഭവം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത്. ഞാനിങ്ങനെ ആൽസ് ഗുഡ്നെസിന്റെ ഇത് എന്താ റോസ്മേരിയുടെ ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇതും എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ പേർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് റിവ്യൂ ഞാൻ ഷോർട്സിൽ പറയാം. ഓക്കെ, ഇത് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ കാണാമോ അമ്മ ക്ലിയർ ആയിട്ട്? കാണാം. ഓക്കെ, സോ ഫസ്റ്റ് രണ്ടാമത്തത് ഡോംടോം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് അൺഡ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക സ്പ്രേ അല്ല, ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇത് സ്പ്രേ മോഡലാന്ന് തോന്നുന്നു. നമുക്ക് പൊട്ടിച്ചു നോക്കാം. സ്പ്രേ മോഡലാണ്. ഇത് ആക്ച്വലി അൺഡ്രാം ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇതിൽ പറഞ്ഞത്. ഞാൻ ഈ പ്രോഡക്റ്റ് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനങ്ങ് ഒരുപാട് റിവ്യൂ ഒന്നും കണ്ട് മേടിച്ചല്ല. ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ പോയതല്ല. ഞാൻ വേണ്ട സാധനങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു. അൺഡ്രാം ഡാർക്ക്നെസ്സിന്റെ ആയതുകൊണ്ട് അതിത്തോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഇങ്ങനെ സ്പ്രേ മോഡലാകുമ്പോൾ കുറച്ചുകൂടി കൺവീനിയൻറ്റും അല്ലേ യൂസ് ചെയ്യാൻ. അപ്പം ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയും. ദെൻ ഇതിലുള്ളതല്ല. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേബ്ലിൻ ന്യൂയോർക്കിന്റെ ഫിറ്റ് മീ ഓയിൽ കൺട്രോൾ പൗഡർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ ഷൂട്ടിന് പോകാൻ നേരത്തെ പൊട്ടിച്ചെടുത്ത് യൂസ് ചെയ്ത് നോക്കി. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഫേസിൽ നമുക്ക് ഇച്ചിരി ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്താൽ ഒരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചത് 220 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അമ്മയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെയും റിവ്യൂ ഞാൻ പറയട്ടെ. ഇത് ഡ്രൈ സ്കിൻ ആണ്. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഓയിൽ വരാറില്ല ഫേസിൽ. പക്ഷെ ചെറുതായിട്ട് വേർക്കുമ്പോഴൊക്കെ ഒരു ഗ്ലോ പോലത്തെ വരില്ല. അതൊക്കെ ഒന്ന് മാറ്റ് ഫിനിഷ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അമ്മയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതും ഞാൻ എല്ലാ പ്രോഡക്ട്സും ഷോർട്സിൽ ഓരോ റിവ്യൂ ആയിട്ട് പറയാം. ദെൻ കംസ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബ്ലഷ് ആണിത്. ഇതെനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് ജസ്റ്റ് 90 or 99 അത്രേ ഉള്ളൂ ഇതിന്റെ റേറ്റ്. പക്ഷെ ആ ഒരു റേറ്റിന് എനിക്ക് ഭയങ്കരമായിട്ട് സാധനം ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഇങ്ങനെ ഒരു ഫോമിലാണ് ഈ ഒരു ബ്ലഷ് വരുന്നത്. ഇതിന്റെ അത്യാവശ്യം 1 or 2 എന്താ പറയുക ഷെയ്ഡ് പോലെയും ബ്ലഷ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ നല്ല ടിൻറ്റ് നല്ല കളറും ഒക്കെ ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു 90 rupees or 99 something 90 somethingന് അതിൻ്റെ ഡ്യൂട്ടി അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 നെയിൽ പോളിഷ് മേടിച്ചു. ഇതും 50 or 55 അത്രയ്ക്ക് ആയിരുന്നില്ല റേറ്റ്. ഇതിൽ 110 ആണ് റേറ്റും MRP കൊടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ മേടിച്ചത് 50 or 55 എന്തായിരുന്നു. 2 ഷെയ്ഡ് വാങ്ങിച്ചു. ദെൻ അതിനുശേഷം ആൽസ് ഗുഡ്നെസിന്റെ തന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ലതായിരുന്നു. ഇത് ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഇതിലൊരു കുറേ
പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. ക്ലെൻസർ ഉണ്ട്, സ്ക്രബ് ഉണ്ട്, ടോണർ ഉണ്ട്, ക്രീം ഉണ്ട്, ഒരു മാസ്ക് പോലത്തെ സാധനമുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ തലേദിവസം ഇപ്പോൾ പാർലറിലൊന്നും പോകാൻ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരെണ്ണം മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 ടൈം യൂസ് ആണ് കേട്ടോ. പിന്നെ കുറച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നമ്മൾ ഷെയർ ചെയ്തതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്തൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ അടുത്തതായിട്ട് ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പരസ്യം പോലെ ഉണ്ടല്ലേ, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ബീട്രൂട്ട് പൗഡറും അതുപോലെ തന്നെ സാൻഡൽവുഡ്, മുൾട്ടാനി മൾട്ടി, നീം ആൻഡ് ടേമറിക്കിൻ്റെ 2 മിക്സ് ആയിട്ടുള്ള 2 പൗഡേഴ്സ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ബീട്രൂട്ടിൻ്റെ ഞാൻ എപ്പോഴും ബീട്രൂട്ടിൻ്റെ ഇവരുടെ ബ്രാൻഡിൽ ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു മിക്സും കൂടി ഞാനിപ്പം ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു. യെസ്, ഇത്രയും സാധനങ്ങളാണ് പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നൗ ലെറ്റ്സ് മൂവ് ടു നൈക്ക. നൈക്കയിൽ യെസ്, സോ നൈക്കയിൽ ആദ്യം തന്നെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ലോറിയൽ പാരിസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സെറം. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തീരാനായി എന്ന്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ചെറുത് അവൈലബിൾ ആണ്. എനിക്ക് ഒരുവിധ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഇങ്ങനത്തെ സെറമൊക്കെ വരുന്നത് 15 ml വരും, 30 ml വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ എപ്പോഴും ചെറുത് ബോട്ടിൽ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റീസ്റ്റോക്കാണ്. പിന്നെ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ലോറിയൽ പാരിസിൻ്റെ തന്നെ ഹൈലറോണിക് ആസിഡ് സെറത്തിൻ്റെ ഈ ഒരു കുഞ്ഞു ട്യൂബിലുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് അവരെനിക്ക് സാമ്പിൾ തന്നതാണ് കേട്ടോ, ഫ്രീ ആയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ റീത്ത പൗഡർ ഉണ്ട്, ആംല പൗഡർ ഉണ്ട്, ശിക്കക്കായ് പൗഡർ ഉണ്ട്. ഇതൊരു നാച്ചുറൽ ഷാംപൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ആക്ച്വലി ഷാംപൂ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് 3 കൂടി ഒറ്റ പാക്കറ്റ്, ഇപ്പോൾ സെപ്പറേറ്റ് പാക്കറ്റാണ്. ഇതൊക്കെ ഈ ഒരു വലിയ പാക്കറ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു എ വീഡിയോ. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദി വലിയ പെട്ടി. ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഷാംപൂ കണ്ടീഷണർ കാണിക്കാം കേട്ടോ. ഇത് ബി ബ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സലൂൺ ലൈക്ക് ഹെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻറ്റൻസ് മോയ്സ്ചർ ഷാംപൂ ആണ്. വിച്ച് ഡീപ്ലി നറിഷസ് ആൻഡ് ആഡ് ഷൈൻസ് ടു യുവർ ഹെയർ വിത്ത് ജോജോബ ആൻഡ് വൈറ്റമിൻ ഇ. ഇത് ഷാംപൂവും അതുപോലെ തന്നെ ഇത് കണ്ടീഷണറുമാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇത് അമ്മയ്ക്ക് ഷാംപൂവും കണ്ടീഷണറും വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഓക്കെ, അതെനിക്ക് വീഡിയോ എടുക്കണ്ടേ, എന്നാലേ തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷാംപൂ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. സോ ദിസ് ഈസ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞിട്ട് സെയിം ഗ്ലൈക്കോളിക്കിൻ്റെ തന്നെ നൈറ്റ് ക്രീമാണ്. ഇത് ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അത് ഞാൻ കാണിച്ചു. ഫുള്ള് തീർന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ നൈറ്റ് ഓർഡറിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. സോ ആസ് ഐ സെഡ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തേക്കുവാണ് ആ പ്രൊഡക്റ്റ്. പിന്നെ ഇത് നൈക്കയുടെ തന്നെ വണ്ടർലെസ് എന്ന് പറയുന്നതിൻ്റെ ഫ്രഞ്ച് ലാവൻഡർ ഷവർ ജെല്ലാണ്. ഇത് ഞാൻ സ്പ്രേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. എനിക്കറിയാം, ഞാൻ പൊട്ടത്തിയാന്ന് തോന്നുന്നു. അവിടെ ഷവർ ജെല്ലിന് വേണ്ടി കാറ്റഗറിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്പ്രേ എന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങ് പർച്ചേസ് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഷവർ ജെല്ലാണെന്ന് കണ്ടത്. പക്ഷെ നല്ല സ്മെല്ലുണ്ട്. പക്ഷെ ചെറുതായിട്ട് ലീക്കായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇത്. ഓക്കെ, ദെൻ കംസ് സൺസ്ക്രീൻ. ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സിയുടെ SPF 50+ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി റിവ്യൂ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഐ ആം ട്രൈങ് ഫോർ ദി ഫസ്റ്റ് ടൈം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പൊട്ടിച്ചിട്ടുമില്ല. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉപയോഗിക്കാമെന്ന് വെച്ചേക്ക് വരുന്നു. പൊട്ടിക്കട്ടെ. ഓക്കെ, കൊള്ളാം. ഒരു നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലുള്ളൊരു സൺസ്ക്രീൻ. പക്ഷെ എനിക്ക് കയ്യിൽ ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഫേസിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു 2 കുഞ്ഞും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ ചെറുതാണ് വാങ്ങിച്ചത്. ഓക്കെ, ഡൺ. പിന്നെ ഞാൻ ഒരു സൺസ്ക്രീൻ കൂടെ വാങ്ങിച്ചു. ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ. ഇത് എന്തോ
ഓക്കെ, ഇത് ഒരു ഡ്യൂയി ഫിനിഷ് ഉള്ള സൺസ്ക്രീൻ ആണെന്ന് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. എനിക്ക് സൺസ്ക്രീൻസ് ട്രൈ ചെയ്യാൻ ഭയങ്കരമായിട്ട് ത്വര വന്നു. ഓക്കെ, എനിക്ക് ഇവിടുത്തെ പാക്കേജിങ് ഇഷ്ടമാണ്. ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി മോയ്സ്ചറൈസറും ഞാൻ ആ പാക്കേജിങ് കണ്ട് വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശരി, ഒരു ഒട്ടും വെയിറ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. ചുമ്മാ ഒരു ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് പോലെ ഉണ്ട്. കൊള്ളാം എന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ നോക്കിയിട്ട് കൊള്ളാം. വലിയ സ്മെല്ലൊന്നുമില്ല. ഓക്കെ, സോ ഇതും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ട് പറയാട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ദെൻ കംസ് സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഇതും ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ഞാൻ ഒത്തിരി കാലമായിട്ട് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളിൻ്റെ ഫേസ് വാഷും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ്. ആൻഡ് അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഡെർമറ്റോളജി ടെസ്റ്റഡ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യണം എന്ന് ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഐത്തോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ റിവ്യൂ ഇടാം. ദെൻ കംസ് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണർ. ഇതും റീസ്റ്റോക്ഡ് ആണ്. ഇതും ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ പറഞ്ഞിരുന്നു ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമെന്ന്. സോ ഡൺ. പിന്നെ ഞാൻ മാർക്കറ്റിൽ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് കണ്ട് ഞാൻ ട്രൈ ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണിത്. വാസലിൻ്റെ ഗ്ലൂട്ടാഹയ ഡ്യൂയി റേഡിയൻറ്റ് സെറം ലോഷൻ. ഇത് ഗ്ലൂട്ടാത്തിയോൺ ആഡ് ആയിട്ടുള്ള ഒരു ബോഡി മോയ്സ്ചറൈസർ ആണ്. എനിക്ക് ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. 10x മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സീസ് ആണ് പറയുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്മെൽ, ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു സ്മെൽ. ഓൾസോ അപ്ലൈ ചെയ്യാനും നല്ല രസമുണ്ട്. ഞാൻ പ്ലമ്മിൻ്റെ ബോഡി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കുറച്ച് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ തേച്ച് വെച്ചാൽ അത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ആവും. അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് കണ്ടത്. അപ്പോൾ എനിക്കിത് ഇഷ്ടമായി. ഒറ്റ ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രൈ മോർ ആൻഡ് ഇതിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന്. ഇതുപോലെ ഞാൻ ട്രെൻഡിങ്ങിൽ കുറേ എൻ്റെ റീൽസ് മൊത്തം കണ്ട് മേടിച്ച നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇത് കെമിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. ലാക്റ്റിക് ആസിഡ് ആൻഡ് സാലിസിലിക് ആസിഡ്, വൈറ്റമിൻ ഇ ഇതൊക്കെ ഉള്ള ഒരു എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ബോഡി വാഷ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കെമിസ്റ്റിൻ്റെ ഒരു അണ്ടർആം റോൾ ഓൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ബോഡിയിലെ ടാൻ റിമൂവ് ചെയ്യാനും അത്യാവശ്യം ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർ ജെല്ലാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ ലെറ്റ്സ് യൂസ് ഇറ്റ് ആൻഡ് ഐ ടെൽ യു ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷെ നല്ല വലുതല്ലേ, അത്യാവശ്യം അവർക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഇത്രയൊക്കെയുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഒരു വലിയൊരു ഷവർ ജെല്ല് തന്നെയാണ്. ഓക്കെ, ദെൻ യെസ്, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡിൻ്റെ ടോണർ. ഇത് ഞാൻ ഓൾറെഡി 2 ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഈ ടോണറും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നൈസ്. ഭയങ്കര കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇത് മാത്രം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഇതിൻ്റെ കോംബോ വർക്ക്സ് വെൽ. അപ്പോൾ ഇതെൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോംബോ ആണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ബോട്ടിൽ വാങ്ങിക്കുന്നത്. ഇതിന് മുന്നേയൊക്കെ ഞാൻ വാങ്ങിക്കുന്ന ബോട്ടിൽ ഈ ഒരു സൈസ് ഉള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും കുറച്ചും കൂടി വലിയ സൈസാണ് ഇങ്ങനത്തെ ഒരു വരുന്നത്. അത് വേറൊരു രീതിയിലുള്ള പാക്കേജിങ് ആണ് കേട്ടോ. ഇങ്ങനെ കൗണ്ട് ചെയ്തെടുക്കാം. ക്യൂട്ട് പാക്കേജിങ്, നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് വീണ്ടും സൺസ്ക്രീൻ, 3ാമത്തെ സൺസ്ക്രീൻ ആണ്. ഇത് ഡീകൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ ആണ്. ഇത് ഞാനിപ്പോൾ അത്യാവശ്യം എൻ്റെ റീലിൽ കുറേ എനിക്ക് സജഷനിൽ വന്ന് എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊരു ജെൽ മോഡുള്ള സൺസ്ക്രീൻ ആണ്, വിച്ച് ഇസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഒരു മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ഒക്കെ തരുന്നതാണ് ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ടത്. അപ്പോൾ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. സോ ദിസ് ഇസ് വൺ. പിന്നെ
ലവ് എർത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹാങ്കി പാങ്കി എന്ന് പറയുന്ന ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്, വിച്ച് ലാസ്റ്റ് അപ് ടു 12 hours ആൻഡ് ഇറ്റ് ഇസ് ലൈറ്റ് വെയിറ്റ്. ഇതാണ് ഞാനിപ്പം ചുണ്ടിലിട്ടിട്ടുള്ളത്. ഓക്കെ, ഒരു നല്ല ഷെയ്ഡാണ് ഇത്. എൻ്റെ ലാസ്റ്റ് ഷൂട്ടിന് ആ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി എനിക്ക് ഇട്ടുന്നൊരു ഷെയ്ഡായിരുന്നു. ഇത് വേറെ ഒന്നും കൂടി മിക്സ് ചെയ്ത് എനിക്കപ്പോൾ അപ്പോഴേ ഇഷ്ടപ്പെട്ടു, പിന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ ഇതാണ് ഷെയ്ഡ്. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ട് ആവുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഫേസിനെ കുറച്ച് ബ്രൈറ്റ് ആക്കിയൊക്കെ വെക്കുന്ന ഒരു പിങ്കിഷ്, ഒരു റെഡ് പിങ്ക് ആ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ദിസ് ഈസ് എ ഫ്രീ പ്രോഡക്റ്റ്. ഇത് നൈക്കയുടെ ലവ് സ്ട്രക്ക് ടോക്ക് ഓൾ നൈറ്റ് ബോഡി ലോഷൻ ആണ്. എനിക്ക് ഫ്രീ കിട്ടിയതാണ്. നന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞുള്ള ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഫിനിഷ്. അപ്പോൾ ഇത്രയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൽ അധികം പ്രോഡക്ട്സ് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ അധികം എന്നാലും കുറച്ച് പ്രോഡക്ട്സ് ലൈക്ക് ഗ്ലൈക്കോളിക്കിൻ്റെതും നിയാസിനമൈഡ് ടോണറും ഇതൊക്കെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ഹോളിലും അതുപോലെ തന്നെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് പുതിയ സാധനങ്ങളും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ സാധനങ്ങളുടെയൊക്കെ റിവ്യൂ ഞാൻ ഓഫ്കോഴ്സ് ഷോർട്സിൽ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട്, കുറച്ച് കാലം യൂസ് ചെയ്തല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റിവ്യൂ സ്പെസിഫിക്കലി വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആണ്, എനിക്കറിയാം നിങ്ങൾ ചോദിക്കുന്നത് എല്ലാവരും ഹോം ടൂർ ആണെന്നുള്ളത്. ഐ വിൽ ഡു, ഫോർ ഷുവർ ഐ ഡു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസും കണ്ടന്റ്സും ആണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും തരിക. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്.